ഹലോ ഗൈസ്, മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് തൊട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന, അതായത് 1000-ലധികം വേക്കൻസീസ് ഉള്ള പുതിയൊരു ബാങ്ക് റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷനും കൂടെ വന്നിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും, യൂണിയൻ ബാങ്കിലേക്കാണ് ഇപ്പോൾ 1865ഓളം വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/5/2026 വരെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന ഫസ്റ്റ് സെലക്ഷൻ പ്രോസസ് ആയിട്ടുള്ള ഓൺലൈൻ കമ്പ്യൂട്ടർ ടെസ്റ്റ് നടക്കുന്നതിന്റെ ഒരു ടെൻഷേറ്റീവ് ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. അതായത് മെയ് ഓർ ജൂൺ 2026 സോ ഇപ്പോൾ ഈ ഒരു വേക്കൻസീസ് എന്ന് പറയുന്നത് അപ്രന്റീഷിപ്പ് വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. ആ ഒരു വേക്കൻസിയുടെ കാറ്റഗറി വൈസ് ഉള്ള ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കേരളത്തിൽ 39ഓളം വേക്കൻസീസ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതിന്റെ കാറ്റഗറി വൈസ് ഉള്ള ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1865ഓളം വേക്കൻസീസ് ആണ് ഓൾ ഇന്ത്യ ലെവലായിട്ട് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വർഷവും അതുപോലെ തന്നെ OBC കാറ്റഗറിക്ക് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്ന മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി പാസ് ആണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നടക്കാൻ പോകുന്ന ഒരു ഓൺലൈൻ ടെസ്റ്റ് ആണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 1 മണിക്കൂർ നടക്കാൻ പോകുന്ന ഈ ഒരു എക്സാമിനേഷന് 100 മാർക്കാണ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് യാതൊരു നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. അതായത് ഓരോ സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അതുപോലെ തന്നെ ഇനീഷ്യലി 1 ഇയറിലായിരിക്കും ഈ ഒരു പോസ്റ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് 15,000 രൂപ തൊട്ട് 20,000 രൂപ പെർ മന്ത് ആണ് ഇവിടെ പറയുന്നത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF-ന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.